സൗദിയിൽ ഇന്ന് റമദാൻ 27-ാം രാവ്. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദർ എന്ന രാത്രി പ്രതീക്ഷിക്കുന്ന ദിവസം. ദശലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഈ രാവിന്റെ പുണ്യം നുകരാൻ മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ എത്തിയിരിക്കുന്നത്. ليلة القدر خير من ألف شهر. ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാത്രി. റമദാൻ 27-ാം രാവായ ഇന്നാണ് ലൈലത്തുൽ ഖദർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. പുണ്യകർമ്മങ്ങൾക്ക് 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുന്നതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഈ രാത്രിയിൽ ആരാധനാകർമ്മങ്ങളും പുണ്യപ്രവർത്തികളും വർദ്ധിപ്പിക്കുന്നു. മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിലേക്ക് വിശ്വാസികളുടെ ഒഴുക്കാണ്. ഉംറ നിർവഹിച്ചും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തും പാപമോചന പ്രാർത്ഥനകളിൽ ഏർപ്പെട്ടും തറാവീഹ് തഹജ്ജുദ് നിസ്കാരങ്ങൾ നിർവഹിച്ചും തീർത്ഥാടകർ നാളെ പുലരുവോളം ഹറം പള്ളികളിൽ ചെലവഴിക്കും. മക്കയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ എത്തുന്ന ദിവസം കൂടിയാണ് റമദാൻ 27-ാം രാവ്. വെള്ളിയാഴ്ചയും 27-ാം രാവും ഒരുമിച്ച് വന്നതോടെ ഇത്തവണ തീർത്ഥാടകരുടെ ഒഴുക്ക് വർദ്ധിച്ചു. മസ്ജിദുൽ ഹറാമിലെ തിരക്ക് കുറയ്ക്കാൻ കഴിയുന്നവർ ഹറം പരിധിക്കുള്ളിലുള്ള മറ്റു പള്ളികളിൽ പ്രാർത്ഥന നിർവഹിക്കണം എന്ന് ഹറം കാര്യവകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റമദാൻ അവസാന വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ദശലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഇന്ന് മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിലെ ജുമുഅ നിസ്കാരത്തിൽ പങ്കെടുത്തത്. മക്കയിൽ ഷേഖ് അബ്ദുറഹ്മാൻ സുദൈസും മദീനയിൽ ഷേഖ് ബോയിജാനും ജുമുഅ നിസ്കാരത്തിനും ഖുതുബക്കും നേതൃത്വം നൽകി. ലൈലത്തുൽ ഖദർ എന്ന റമദാനിലെ പുണ്യരാവിന്റെ പ്രാധാന്യമായിരുന്നു ഖുതുബകളിലെ പ്രധാന ഉള്ളടക്കം. ജലീൽ കണമകലം, 24 ജിദ്ദ.